ഒരു വ്യക്തി ഭിക്ഷു അല്ലെങ്കിൽ സന്യാസി എന്ന പേരിന് അർഹനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഭഗവാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഭിക്ഷു എന്ന പേരിന് അർഹതയുള്ളൂ, സന്യാസി എന്ന പേരിന് അർഹതയുള്ളൂ, അല്ലെങ്കിൽ വിശുദ്ധനായിട്ടുള്ള വ്യക്തി എന്ന പേരിന് അർഹതയുള്ളൂ. അതെന്തൊക്കെയാണ്? ആദ്യം നമ്മൾക്ക് ഹിരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാണ്. ഹിരി എന്ന് പറയുമ്പോൾ ലജ്ജ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ലജ്ജ. അടുത്തത് ഒത്തപ്പം. ഒത്തപ്പം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം മരണശേഷം നമ്മൾക്ക് നരകം കിട്ടും എന്നുള്ള ഭയം, അത് നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. അടുത്തത് കായശുദ്ധി. കായശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ടുള്ള ശുദ്ധി. നമ്മൾ ഒരു പ്രാണിയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കായശുദ്ധി എന്ന് പറയും. അടുത്തത് വാണിശുദ്ധി. വാണിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളും ശുദ്ധമായിരിക്കണം. നമ്മളൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല, ആൾക്കാർ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല, വെറുതെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അടുത്തതാണ് മനോശുദ്ധി. മനോശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം, അതിൽ രാഗദ്വേഷ മോഹങ്ങളൊന്നും പാടില്ല. അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ ആജീവിക. നമ്മൾ ജീവിക്കാനുള്ള ഒരു ഉപായം, ജീവിതോപായം ഉണ്ട്, അത് എപ്പോഴും ശുദ്ധമായിരിക്കണം. അതായത് പ്രാണികളെ കൊന്നിട്ടോ അതിനെ വളർത്തിയിട്ട് കൊല്ലാൻ വിട്ടിട്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നമ്മൾ പൈസ സമ്പാദിക്കരുത്. ആയുധങ്ങൾ, അതേപോലത്തെ വിഷം വിട്ടിട്ട് നമ്മൾ പൈസ സമ്പാദിക്കരുത്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആജീവിക ശുദ്ധമല്ല. അടുത്തത് പറയുന്നത് ഇന്ദ്രിയ സംയമം. അതായത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും നമ്മൾ സംയമം ചെയ്യണം. അതിനെ നമ്മൾ അതിൻ്റെ വഴിക്ക് വിടാൻ പാടില്ല. അതായത് ശരിയായിട്ടുള്ള രൂപമേ കാണാൻ പാടുള്ളൂ, ശരിയായിട്ടുള്ള ശബ്ദമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ളത്. അടുത്തത് മാത്രയ്ക്കനുസരിച്ച് ഭക്ഷണം. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ അളവിൽ കഴിക്കാൻ പാടില്ല, അല്പം കമ്മിയായിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. അടുത്തത് ജാഗരീയം. അതായത് എല്ലാ സമയത്തും നമ്മൾ ജാഗ്രത പുലർത്തണം. എന്തിനാണ്? നീവരണങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് ജാഗ്രത പുലർത്തണം. അടുത്തത് സതീ സമ്പജന്യം. സതീ സമ്പജന്യം എന്ന് പറയുന്ന സമയത്ത് ഈ സമയത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ സമ്പജന്യം എന്ന് പറയുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മൾ ധ്യാനിക്കുക. നടക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്തും, പോകുന്ന സമയത്തും എല്ലാം നമ്മൾ ധ്യാനിക്കണം. അതിനുശേഷം അടുത്തത് പറഞ്ഞിരുന്നത് നിർജ്ജനവാസം. നിർജ്ജനവാസം എന്ന് പറയുന്ന സമയത്ത് ഒരു ആൾക്കാരില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വസിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 5 നീവരണങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. അതായത് കാമച്ഛന്തം, രാഗം, വ്യാപാദം, ദ്വേഷം, ഉദ്ദച്ച കുക്കുച്ചം, ഇരിക്കപ്രതിയില്ലായ്മ, ധീനമിഥ, ആലസ്യം, വിചികിത്സ, സംശയം, ഇതിനെല്ലാം നമ്മൾ ഇല്ലാതാക്കണം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ധ്യാനം. അതായത് 4 തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട്. 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ. അത് ചെയ്തിട്ട് നമ്മൾ വിമുക്തരാകുക. ഇതൊക്കെയാണ് ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ ഭിക്ഷു ആവുള്ളൂ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സന്യാസി ആവുള്ളൂ. അല്ലെങ്കിൽ ആ പേരിന് യോഗ്യതയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്.